നമസ്കാരം. ദ ഹിഡൻ കോസ്റ്റ് ഓഫ് പീപ്പിൾ പ്ലീസിങ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ഹോബിയാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. കാരണം ഈ മറ്റുള്ളവർ എന്ന് പറയുന്ന വ്യക്തികൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷേ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് നമ്മളെ വിലയില്ലാതാകുകയും ചെയ്യും. നമുക്ക് സ്വയം നമ്മുടെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടന്ന് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാതാവുകയാണ്. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ പറയുന്ന മറ്റുള്ളവർ ആത്മാർത്ഥതയുള്ളതാണെങ്കിലോ ഓക്കെ, കുഴപ്പമില്ല. എങ്കിൽ അവർ സ്വാർത്ഥരാണെങ്കിലോ വെറുതെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുകയാണ്. ഈ സ്വാർത്ഥതയുള്ള മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ മുഴുവൻ ജീവിതവും സന്തോഷിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്തി നടന്നാൽ എന്തിനാവും അവസാനം? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടമാവും. പല സ്ഥാപനങ്ങളിലും സംഭവിക്കുന്ന ഇതാണ്. മേലധികാരികളുടെ സന്തോഷത്തിന് വേണ്ടി, അവരോട് നോ പറയാൻ വയ്യാത്തത് കൊണ്ട് വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നു, നമ്മുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നു, നമ്മുടെ സമാധാനം മാറ്റിവെക്കുന്നു. ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നോക്കിയാലും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയും. അവരുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അവരെ പ്ലീസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. അവസാനം എന്ത് സംഭവിക്കുമെന്നറിയാം? ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അവർക്ക് സമാധാനം കാണില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങൾ വട്ടപൂജ്യമാണെന്ന് തോന്നും. ഇന്നു മുതലെങ്കിലും തിരിച്ചു ചിന്തിക്കുക. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും കഴിഞ്ഞു മതി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. കാരണം ആത്മാർത്ഥതയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ച് അവർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒന്നുമില്ലെങ്കിൽ അവരും തിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. അല്ലാത്തവർക്ക് വേണ്ടി, അത് സ്വന്തം മക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, പാർട്ണറായിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചാൽ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശ മാത്രമേ കൂടെ ഉണ്ടാവൂ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് സമാധാനത്തിനും പ്രാധാന്യം കാണുക. അതിനുശേഷം മതി മറ്റുള്ളവർക്ക്. നമ്മളെ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾക്ക് മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നു മുതൽ അനാവശ്യമായി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.